മമതാ ബാനർജിയുടെ കാലം കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണം അവസാനിക്കുകയാണ് എന്നാണ് ഈ എക്സിറ്റ് പോൾ നടത്തിയ വിവിധ ഏജൻസികൾ പ്രവചിക്കുന്നത്. ഒരു ഏജൻസിയുടെ റിസൾട്ട് അല്പം വൈകിയാണ് വന്നത്. അവർ പറയുന്നത് മുമ്പ് മറ്റേ ഏജൻസികൾ പറഞ്ഞേക്കാളും കഠിനമായ കാര്യങ്ങളാണ്. BJP വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. തൃണമൂൽ കോൺഗ്രസ് വളരെ അധികം പിന്തള്ളപ്പെടും. കേരളത്തിലെ LDFന് കിട്ടാൻ പോകുന്ന പോലത്തെ ഒരു പരാജയമായിരിക്കും അവിടെ തൃണമൂൽ കോൺഗ്രസ്സിനുണ്ടാകാൻ പോകുന്നത് എന്ന്. ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയണമെങ്കിൽ നമുക്ക് മെയ് 4-ാം തീയതി ഉച്ചവരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ബംഗാൾ പോലെ ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ സ്വതന്ത്രമായിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞുകൊള്ളുന്നില്ല. കേരളത്തിൽ പോലും പറയില്ല. ബംഗാളിൽ പറയാത്തത് എന്താ വെച്ചാൽ അപ്പുറത്ത് ഗുണ്ടകൾ കാത്തുനിൽപ്പുണ്ടാവും. ഇന്ന പാർട്ടിക്കാണ് വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇടി കിട്ടും. ഇടിയല്ല, ചിലപ്പോൾ 2 കാലിൽ നടന്ന് വീട്ടിലെത്തിയെന്ന് വരില്ല. അതറിയാവുന്നതുകൊണ്ട് ജീവന് കൂതിയുള്ള ഒരുത്തരും സത്യസന്ധമായിട്ട് അവരുടെ അഭിപ്രായം പറയുകയില്ല. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മമതാ ബാനർജിയുടെ ഗ്ലാമർ പഴയ പോലെയില്ല. അവരുടെ ഭരണത്തെക്കുറിച്ച് പല അപഖ്യാതികളും പടർന്നു പിടിച്ചിട്ട് വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പാർത്ഥ ചാറ്റർജി എന്ന് പറഞ്ഞൊരു വിദ്വാൻ, അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ അവിഹിത സമ്പാദ്യമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ പുള്ളിയുടെ കാമുകിയായ ഒരു സിനിമാ നടിയുടെ പേരിൽ വളരെയധികം സ്വത്ത് സമ്പാദിക്കുകയും അവർക്ക് വൈഡൂര്യത്തിൻ്റെ നെക്ലസ് സമ്മാനിക്കുക ഒക്കെ ചെയ്ത് വലിയ വിഷയമായി. അയാളെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പിരിച്ചു, മന്ത്രിസ്ഥാനവും പോയി. പുള്ളി 3 കൊല്ലത്തോളം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നു. ഈ സമീപ ദിവസം പുറത്തു വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായി. പിന്നെ അവിടുത്തെ പ്രബലമായ ഹിന്ദു സമുദായം ദീദിക്ക് വളരെ എതിരാണ്. ഇവരുടെ പ്രീണനത്തിൽ പ്രതിഷേധിച്ച് മറ്റ് പ്രശ്നങ്ങളുണ്ട്. പിന്നെ 15 കൊല്ലം ഇവർ ഭരിച്ചിട്ടും 35 കൊല്ലം CPMകാർ ഭരിച്ചെന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഗുണ്ടായുസും പഴയ പോലെ തന്നെയുണ്ട്. സ്ത്രീകൾക്കെതിരായ ആക്രമണം പണ്ടത്തേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു. അതൊക്കെ അവിടെ വലിയ ചർച്ചാ വിഷയങ്ങളായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ മാത്രമല്ല, ഈ തണ്ടും തലക്കനവും അത് കൂടുതലാണ്. പിന്നെ ഗുണ്ടായുസം പഴയ പോലെ ഭരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്തവണ CRPFനെ ഇറക്കി ബംഗാളിലൊരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തീരെയില്ല എന്ന് തന്നെ പറയാം. ബംഗാളിൽ ഇങ്ങനെയൊന്നുമല്ല പതിവ്. അവിടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ പല മണ്ഡലങ്ങളിലായിട്ട് കൊല്ലപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇത്തരം സാഹചര്യങ്ങളുണ്ട്. പിന്നെ CPM ആണെങ്കിലും അതുപോലെ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ മമതാ ബാനർജിയാണ്. ഇവരുടെ ദുർഭരണം കൊണ്ടാണ് ഇവിടെ BJP ശക്തിപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം രണ്ടാണ്. ഒന്ന്, ഇവരുടെ ഭരണം ദുർഭരണമാണ് എന്ന ആരോപണമുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ ദുർഭരണം കൊണ്ട് ശക്തിപ്പെടുന്നത് BJP ആണ്, അല്ലാണ്ട് CPM അല്ല, കോൺഗ്രസ് അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരുപക്ഷെ BJP അധികാരത്തിൽ വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തോന്നൽ മാത്രമാണ്. വോട്ടെണ്ണി കഴിഞ്ഞാൽ കൃത്യം പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയ വൺ ചാനൽ ഈ എക്സിറ്റ് പോൾ അംഗീകരിക്കാൻ തീരെ തയ്യാറില്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കായിട്ടുള്ള ദാവൂദ് പറയുന്നത് ഈ മമതാ ബാനർജിയെ നിങ്ങൾക്കറിയില്ല, അവർ ഒരു പുലിയെപ്പോലെ, ഒരു വ്യാഘ്രത്തെ പോലെ പരാക്രമിയാണ്. അവിടെ ഒരത്ഭുതവും സംഭവിക്കുകയില്ല. വോട്ട് കൃത്യമായിട്ട് എണ്ണിക്കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നാൽ ദീദി തന്നെ ജയിക്കും. ഇനി അഥവാ BJP ജയിച്ചാൽ അത് സ്റ്റോളൻ വെർഡിക്റ്റാണ്. മനസ്സിലായില്ലേ? സ്റ്റോളൻ വെർഡിക്റ്റ് എന്ന് വെച്ചാൽ കവർന്നെടുത്ത ഒരു ജനവിധിയാണ്. അങ്ങനെ ഒരു ജനവിധി മമതാ ബാനർജി അംഗീകരിക്കില്ല, ദാവൂദും അംഗീകരിക്കില്ല. ഇനി മമതാ ബാനർജി അംഗീകരിച്ചാൽ ദാവൂദ് അംഗീകരിക്കില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർ അംഗീകരിക്കില്ല. ഏതുപോലെയെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചു. BNP തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. അവാമി ലീഗ് ഭൂരിപക്ഷം നേടി ആ തെരഞ്ഞെടുപ്പിൽ. അന്ന് ദാവൂദ് ഇത് തന്നെ പറഞ്ഞു, ബംഗ്ലാദേശിലെ ജനവിധി ഞങ്ങൾ അംഗീകരിക്കില്ല, അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ പ്രക്ഷോഭം ഉണ്ടായി. ഷെയ്ഖ് ഹസീന നാട് വിട്ട് പോകേണ്ടതായിട്ട് വന്നു. അതുപോലെയുള്ള ഒരു താക്കീതാണ്, അല്ലെങ്കിൽ ഭീഷണിയാണ് ദാവൂദ് ഇപ്പോഴും മുഴക്കുന്നത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അങ്ങനെ തോറ്റാൽ, തൃണമൂൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ, BJP ജയിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, മമതാ ബാനർജി അംഗീകരിക്കുകയില്ല. കാരണം ഇത് സ്റ്റോളൻ വെർഡിക്റ്റാണ്.
ഈ ഭരണാധികാരിയായ മമതാ ബാനർജിയേക്കാളും ശക്തിയാണ് സ്ട്രീറ്റ് ഫൈറ്ററായിട്ടുള്ള മമതാ ബാനർജി എന്നാണ് ദാവൂദ് പറയുന്നത്. അപ്പോൾ മെയ് 4-ാം തീയതി വോട്ടെണ്ണി തീരുമ്പോൾ BJPക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ, അഥവാ തൃണമൂൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണെങ്കിൽ, മമതാ ബാനർജി തന്നെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വ്യാപകമായ അക്രമം ഉണ്ടാകും. ഇനി തൃണമൂൽ കോൺഗ്രസ്സുകാരെ അക്രമത്തിന് തുനിഞ്ഞില്ലെങ്കിലും നമ്മുടെ ദാവൂദിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്ന് കൽക്കട്ടയ്ക്ക് പോകുന്ന ഒരു സംഘം ആളുകൾ വലിയ അക്രമം ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ചിത്രം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ ആനയും പേടിക്കണം, പിന്നെ ആനപ്പിണ്ടത്തിനും പേടിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. മമതാ ബാനർജിയെ പേടിക്കണം, പിന്നെ മമതാ ബാനർജിയുടെ ആസനം താങ്ങി നടക്കുന്ന ദാവൂദിനെ പേടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP.